ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഹോശേയ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 14-ാം വാക്യം വായിക്കാം. അതുകൊണ്ട് ഞാൻ അവളെ വശീകരിച്ച് മരുഭൂമിയിൽ കൊണ്ടുചെന്ന് അവളോട് ഹൃദ്യമായി സംസാരിക്കും. ഞാൻ അവളെ വശീകരിച്ച് മരുഭൂമിയിൽ കൊണ്ടുചെന്ന് അവളോട് ഹൃദ്യമായി സംസാരിക്കും. നിത്യനായ ദൈവം അരുളി ചെയ്യുകയാണ്. ഹോശേയ പ്രവാചകൻ നാവിൽ കൂടി ദൈവം പറയുകയാണ്, ഞാൻ അവളെ വശീകരിച്ച്, അവളെ എന്ന് പറഞ്ഞാൽ സഭയെ, ദൈവജനത്തെ, ദൈവമക്കളെ, ഞാൻ അവളെ വശീകരിച്ച് മരുഭൂമിയിൽ കൊണ്ടുചെന്ന് അവളോട് ഹൃദ്യമായി സംസാരിക്കും. സഭ എന്ന് പറയുന്നത് വിശ്വാസികളുടെ കൂട്ടമാണ്, വിശുദ്ധന്മാരുടെ കൂട്ടമാണ്. ഇന്ന് നാം സഭ എന്ന് യാക്കോബായ സഭ, ഓർത്തഡോക്സ് സഭ, കത്തോലിക്ക സഭ എന്നൊക്കെ പറയുന്ന അതല്ല. ഇന്ന് അറിയപ്പെടുന്ന സഭകളിലെല്ലാം വിശ്വാസികളുടെ ഒരു ചെറിയ ഗ്രൂപ്പ് ഉണ്ടാവും. ഗ്രൂപ്പായിട്ടല്ല, ഒറ്റയ്ക്ക് വിശ്വാസികൾ അവിടെ കാണും. യാക്കോബായ സഭയിൽ വിശ്വാസികൾ കാണും, വിശുദ്ധന്മാർ കാണും. കത്തോലിക്ക സഭയിൽ വിശുദ്ധന്മാർ കാണും, മാർത്തോമാ സഭയിൽ വിശുദ്ധന്മാർ കാണും, പെന്തക്കോസ്ത് സഭയിൽ വിശുദ്ധന്മാർ കാണും. സഭ എന്ന് പറയുമ്പോൾ അത് ഏതെങ്കിലും ഒരു പ്രത്യേകമൊരു കമ്മ്യൂണിറ്റിയല്ല കാണിക്കുന്നത്, ഏതെങ്കിലും ഡിനോമിനേഷനെയല്ല കാണിക്കുന്നത്. സഭ ആസ് എ ഹോൾ, മൊത്തത്തിൽ പൊതുവെ പറഞ്ഞാൽ സഭ വിശുദ്ധന്മാരുടെ കൂട്ടമാണ്, വിശുദ്ധന്മാരുടെ കൂട്ടം. അത് വിവിധ സഭകളിലുള്ളവരെല്ലാം കാണും. അവിടെ വിശുദ്ധന്മാരുടെ കൂട്ടം കൂടുമ്പോൾ അവിടെ സഭാഭേദമില്ല, സമുദായ വ്യത്യാസമില്ല. അവിടെ യാക്കോബായ സഭയിലുള്ളവരുന്നോ, ഓർത്തഡോക്സ് സഭയിലുള്ളവരുന്നോ, കത്തോലിക്ക സഭയിലുള്ളവരുന്നോ, പെന്തക്കോസ്ത് സഭയിലുള്ളവരുന്നോ വ്യത്യാസമൊന്നുമില്ല. അവിടെ വിശുദ്ധന്മാരുടെ കൂട്ടമാണ്. വിശുദ്ധന്മാർ കൂടുന്നിടത്ത് അവരെ വശീകരിച്ച് സ്നേഹത്തോടെ ആകർഷിച്ച് മരുഭൂമിയിലേക്ക് കൊണ്ടുപോകും. ദൈവം സ്നേഹത്തോടെ മരുഭൂമിയിലേക്ക് കൊണ്ടുപോകും. മരുഭൂമിയിലേക്ക് കൊണ്ടുപോയിട്ട് അവളോട് ഹൃദ്യമായി സംസാരിക്കും. ദൈവത്തിന് പറയാനുള്ള കാര്യങ്ങൾ അവരെ അറിയിക്കും. ദൈവത്തിൻ്റെ ആശ അവരെ അറിയിക്കും. ദൈവത്തിൻ്റെ പ്രതീക്ഷ അവരെ അറിയിക്കും. ദൈവത്തിന് അതിനെക്കുറിച്ചുള്ളതായ ആഗ്രഹം, ദൈവത്തിൻ്റെ ആഗ്രഹം അവരെ അറിയിക്കും. ഞാൻ അവളോട് ഹൃദ്യമായി സംസാരിക്കും. മരുഭൂമിയുടെ അനുഭവങ്ങൾ ഒന്നാമതായി നാം കണ്ടത്, ഇതിന് മുൻപ് ഒരു ദിവസത്തിൽ പറഞ്ഞത് നിങ്ങൾ ഓർമ്മയുണ്ടായിരിക്കും. ഒന്നാമതായി കണ്ടത് ഹാഗാറിൻ മരുഭൂമിയിൽ വെച്ച് ദൈവത്തിൻ്റെ ശബ്ദം കേട്ടു. ഹാഗാർ മകനായ ഇസ്മായേലുമായി ഓടിപ്പോവുകയായിരുന്നു വീട്ടിൽ നിന്ന്. എങ്ങോട്ടെന്നറിയാൻ പാടില്ല. ഈ ബാലനുമായിട്ട് ഹാഗാർ മരുഭൂമിയിൽ കൂടി ഓടിപ്പോവുകയായിരുന്നു. ഹാഗാർ തളർന്നു പോയിരുന്നു. ഹാഗാർ മനസ്സ് വിഷമിച്ചു പോയിരുന്നു. നാളെ എന്തെന്നറിയാതെ വലഞ്ഞു പോയിരുന്നു. കാരണം മകൻ ദഹിച്ചു വലയുന്നു. ഇരുവരിവയിലെത്ത് നടന്ന് അവൻ തളർന്നു വീഴുന്നു. അവൻ ക്ഷീണിച്ച് തളരുന്നു. അവൻ വിശപ്പ് സഹിക്കാൻ വയ്യ. ഇവൻ മരിച്ചു പോകും. ആ പാവം അമ്മ ഹാഗാർ മോനെ ഒരു കുറുങ്കാട്ടിൻ്റെ തണലിലിട്ടിട്ട്, മരുഭൂമിയിലൊരു കുറുങ്കാട്, ചെറിയ കാട്, അതിൻ്റെ തണലിലിട്ടിട്ട് അമ്മ ദൂരെ പോയി, അമ്പിൻപാട് ദൂരത്ത് പോയിരുന്ന് കരഞ്ഞു. അപ്പോഴാണ് ദൈവം പറഞ്ഞത്, ഹാഗാറേ, ദൈവം നിൻ്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. ഹാഗാർ കണ്ണ് തുറന്നു. തൊട്ടടുത്ത് ഒരു ഉറവ കണ്ടു. ആ ഉറവയിൽ നിന്ന് ബാലനെ കൊടുത്തു. ബാലൻ ജീവിച്ചു. അവൻ ഉണർത്തപ്പെട്ടു. ഹാഗാറിൻ്റെ വേദന കണ്ട്, ഹാഗാറിൻ്റെ കണ്ണുനീര് കണ്ട് അവിടെ മരുഭൂമിയിൽ ദൈവം ഉറവ തുറന്നു. ഇസ്മായേലിന് അങ്ങനെ പിന്നെ ജീവിക്കാനുള്ളതായ അവസരങ്ങൾ, ആയുസ് കർത്താവ് കൊടുത്തു, അവസരങ്ങൾ നീട്ടിക്കൊടുത്തു. രണ്ടാമത് നാം കണ്ടത് യാക്കോബിൻ്റെ കാര്യമാണ്. യാക്കോബ് മരുഭൂമിയിൽ കൂടി ഓടുകയായിരുന്നു. 600 നാഴിക ദൂരം ഉണ്ടെന്നെത്താൻ. പേടിച്ചാണ് ഓടുന്നത്. ഏശാവിനെ ഭയന്ന് ഓടുകയാണ്. സ്വന്തം സഹോദരൻ കൊല്ലാൻ വരുന്നുണ്ടെന്ന് അമ്മ പറഞ്ഞത്. കാരണം സഹോദരനെ വഞ്ചിച്ചു. യാക്കോബ് സഹോദരൻ്റെ ജ്യേഷ്ഠാവകാശം വഞ്ചിച്ചെടുത്തു. സ്വന്തം അപ്പൻ, കണ്ണുകാഴ്ചയില്ലാത്ത യാക്കോബ് അപ്പനെ കബളിപ്പിച്ചു. അപ്പനെ ഞാൻ എൻ്റെ ആദ്യം ഏശാവെന്ന് നുണ പറഞ്ഞു. അപ്പൻ്റെ അനുഗ്രഹം വാങ്ങിച്ചു. അതോടുകൂടി ഏശാവിന് വൈരാഗ്യമായി. ഏശാവ് യാക്കോബിനെ കൊല്ലാനായിട്ട് ഓടി വരികയാണ്. യാക്കോബ് ഓടി തളർന്നു. സഹോദരൻ്റെ കണ്ണിൽപ്പെടാതെ, അവൻ്റെ അസ്ത്രം ഏൽക്കാതെ, അവൻ വില്ലാളി വീരനാണ്, അവൻ്റെ അസ്ത്രം ഏൽക്കാതെ യാക്കോബ് ഇങ്ങനെ ഓടുകയാണ്. വൈകുന്നേരം ആയപ്പോഴേക്കും തളർന്നു. പ്രഭാതത്തിൽ നേരം പുലരുന്നതിന് മുമ്പ് ഓടി തുടങ്ങിയതാണ്. വൈകുന്നേരം ആയപ്പോഴേക്കും തളർന്നു. എന്നെക്കൊണ്ട് വയ്യ, കൊല്ലുന്നെങ്കിൽ കൊല്ലട്ടെ. യാക്കോബ് അവിടെ ഒരു സ്ഥലത്ത് വിശ്രമിച്ചു. സന്ധ്യ മയങ്ങി വരികയാണ്. ഒരു കല്ല് കണ്ടു. ആ കല്ലെടുത്ത് തലണിയായിട്ട് വെച്ചു, കിടന്നുറങ്ങി. ആ ഉറക്കത്തിൽ മരുഭൂമിയിൽ വെച്ച് ദൈവം യാക്കോബിനോട് സംസാരിച്ചു. 7 വാഗ്ദത്തങ്ങൾ കൊടുത്തു. 7 വാഗ്ദത്തങ്ങൾ. ഇതെല്ലാം മുമ്പ് പറഞ്ഞതാണ്, അതുകൊണ്ട് ഞാൻ ഓർപ്പിക്കുന്നു മാത്രമേ ഉള്ളൂ. ദൈവത്തിന് സ്തോത്രം. മരുഭൂമിയുടെ അനുഭവങ്ങൾ, മരുഭൂമിയിൽ നനവ് തരുന്ന അനുഭവം, മരുഭൂമിയിൽ ദാഹം തീർക്കുന്ന അനുഭവം, മരുഭൂമിയിൽ വാഗ്ദത്തം തരുന്ന അനുഭവം. ദൈവം എല്ലാം കാണുന്നു, എല്ലാം അറിയുന്നു. ഇന്നെന്ന പോലെ കർത്താവ് അതെല്ലാം കാണുന്നു. പ്രിയപ്പെട്ടവരെ, നൂറ്റാണ്ടുകൾക്ക് മുൻപാണ് സംഭവിച്ചത്. അത് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. നമ്മുടെ വേദന കണ്ട്
നമ്മുടെ ആന്തരിക ദാഹം തീർക്കാൻ, നമ്മുടെ മനസ്സിലെ പ്രയാസങ്ങൾ തീർക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ദാഹം, ആന്തരികമായ ദാഹം. ഹാഗാറിൻ്റെ ദാഹം തീർത്തു, ഹാഗാറിൻ്റെ മകൻ്റെയും ദാഹം തീർത്തു. ദൈവം ഉറവ തുറന്നു. മരുഭൂമിയിൽ നീരുറവ സാധാരണ ഇതിൽ സാധിക്കുന്ന കാര്യമല്ല, പ്രതീക്ഷിക്കാവുന്ന കാര്യമല്ല. മരുഭൂമിയിൽ നീരുറവയുണ്ടായി. ഒട്ടും പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് നമുക്ക് നീരുറവകൾ തുറന്നു തരും. ഒട്ടും പ്രതീക്ഷിക്കാത്ത സ്ഥാനത്ത് നിന്ന് നമുക്ക് അനുഗ്രഹങ്ങൾ കിട്ടും. ദൈവം അത് ചെയ്തു തരും. ഒട്ടും പ്രതീക്ഷിച്ചില്ല, ഇങ്ങനെ നടക്കുമെന്ന് വിചാരിച്ചില്ല, പക്ഷേ ദൈവം നീരുറവ തുറന്നു തരും. ഒട്ടും പ്രതീക്ഷിക്കാതെയായിരിക്കും ഒരു രോഗസൗഖ്യം കിട്ടുന്നത്. ഒട്ടും പ്രതീക്ഷിക്കാതെയായിരിക്കും ചില ഭാരങ്ങളും ചില ആകുലങ്ങളും മാറിപ്പോകുന്നത്. ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ഒരു പ്രൊമോഷൻ കിട്ടുന്നത്. ഭൗതികമായ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഒട്ടും പ്രതീക്ഷിക്കാതെ. അതുപോലെയാണ് ഒട്ടും പ്രതീക്ഷിക്കാതെ നമ്മുടെ സ്വഭാവം മാറുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ദാഹം തീർക്കുന്നതിനായി ക്രിസ്തു ജീവിക്കുന്നു. എന്ത് ദാഹം? വെറും വെള്ളത്തിൻ്റെ ദാഹമല്ല, ആത്മാവിൻ്റെ ദാഹം. നമുക്കൊരു അന്തർദാഹമുണ്ട്, ആത്മാവിൻ്റെ ദാഹം. ഇത് മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ ദൈവമേ എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാക്ഷിക്കുന്നു. മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ ദൈവമേ എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാക്ഷിക്കുന്നു. ഒരു ദാഹം, ദൈവത്തിലേക്കുള്ള ദാഹം, ദൈവത്തോടുള്ളതായൊരു ദാഹം. പലപ്പോഴും നല്ല ദാഹം ഉണ്ടായിരുന്ന പലരും ദാഹമില്ലാത്തവരായി മരവിച്ചിരിക്കുന്നുണ്ട്. നേരെ മറിച്ച് ഇന്ന് വചനം ആദ്യമായിട്ട് കേൾക്കുന്നവർക്ക് ദാഹം ലഭിക്കും. അവർക്കത് മനസ്സിലാകും, അവരുടെ ഹൃദയം തകരും. ദാഹം അവർക്ക് മനസ്സിലാകും. അവർ ദാഹാർത്ഥരായി വലഞ്ഞിരിക്കുന്നു മനസ്സിലാകും. അവർ ആത്മാവിൻ്റെ പാനീയം കുടിച്ച് അവർ തൃപ്തരായിത്തീരുകയും ദാഹം മാറുകയും ചെയ്യും. ദൈവത്തിന് സ്തോത്രം. പിതാക്കന്മാർ പാടി, നിങ്ങൾക്കറിയാമല്ലോ, തൻ ബലിയാൽ പാപികളെ രക്ഷിച്ചൊരു ദൈവസുത, നിൻ ബലിയാലൻ കഷ്ടതമായി ചെന്നോ ഒഴിക്കണമേ. ഗോകുൽത്തായിൽ തന്മാർവു തുറന്നോരുത്തമനെ, ദാഹം നീക്കി ഒഴുകിയ നീരാൽ ചോരയതാലും. കർത്താവേ, എൻ്റെ ദാഹം നീക്കണമേ. നിൻ്റെ തിരുവിലാവിൽ നിന്നൊഴിയ ചോരയാലും നീരിനാലും എൻ്റെ ദാഹം മാറ്റണമേ. എൻ്റെ കർത്താവേ, എൻ്റെ കഷ്ടതകൾ നീ മായ്ച്ചു തരണമേ. എൻ്റെ നോവ്, എൻ്റെ വേദന നീ ഒഴിവാക്കി തരണമേ. കർത്താവേ, നിൻ്റെ ബലിയാൽ പാവി രക്ഷിച്ച ദൈവസ്ഥനാണല്ലോ നീ. കർത്താവേ, നിൻ്റെ തിരുബലിയാൽ പാവിയായ എന്നെ നീ രക്ഷിച്ചല്ലോ. എൻ്റെ അന്തർദാഹം മാറ്റി തരണമേ. തൻ ബലിയാൽ പാവികളെ രക്ഷിച്ചൊരു ദൈവസുത, നിൻ ബലിയാലൻ കഷ്ടതമാച്ചെന്നോ ഒഴിക്കണമേ. ഗോകുൽത്തായിൽ തന്മാർവു തുറന്നോരുത്തമനെ, ദാഹം നീക്കി ഒഴുകിയ നീരാൽ ചോരയതാലും. ദൈവത്തിന് സ്തോത്രം. ദാഹം മാറ്റുന്നു. മരുഭൂമിയിൽ ദാഹം മാറ്റുന്നു. മരുഭൂമിയിൽ വാഗ്ദത്തങ്ങൾ തരുന്നു. നാളെയെക്കുറിച്ചുള്ളതായ അനുഗ്രഹീതമായ വാഗ്ദാനങ്ങൾ തരികയാണ്. ഇന്നും ക്ഷീണിതരായിരിക്കുകയാണ്. ഇന്നും പലതരത്തിലും മനസ്സ് ഉഷ്ണിച്ചും വിഷമിച്ചും കലങ്ങിയിരിക്കുകയാണ്. എന്നാൽ നാളെയിലേക്ക് ഉള്ള ചില വാഗ്ദാനങ്ങൾ കർത്താവ് തരുന്നു. ഭാവി കാലത്തെക്കുറിച്ചുള്ള വാഗ്ദാനങ്ങൾ, അനുഗ്രഹീതമായ വാഗ്ദാനങ്ങളെ കർത്താവ് തരുന്നത്. ശ്രേഷ്ഠമായ വാഗ്ദാനങ്ങൾ, ദൈവം തരുന്ന വാഗ്ദാനങ്ങൾ. ദൈവത്തിന് സ്തോത്രം. ദൈവം യാക്കോബിന് വാഗ്ദാനം നൽകി. അപ്പനെ കബളിപ്പിച്ചവനാണെങ്കിലും സ്വന്തം സഹോദരനെ ചതിച്ചവനാണെങ്കിലും ഈ പാപമുള്ള യാക്കോബിൻ്റെ ജീവിതത്തിൽ ദൈവം വാഗ്ദാനം തരികയാണ്. നമ്മുടെ ജീവിതത്തിൽ പാപം മാറിയിട്ടല്ല നമുക്ക് വാഗ്ദാനം കിട്ടുന്നത്. നമ്മുടെ ദയനീയാവസ്ഥ കണ്ട് തന്നെ കർത്താവ് നമുക്ക് വാഗ്ദാനം തരുന്നു. പാപമുണ്ട് നമ്മുടെ ജീവിതത്തിൽ. നമുക്ക് വീടിൽ ഭിന്നതയുണ്ട്, വഴക്കുണ്ട്, പിണക്കമുണ്ട്. ഭാര്യയും ഭർത്താവും തമ്മിൽ പലപ്പോഴും സ്വരച്ചേർച്ച കിട്ടാതെ വരുന്നു, സന്തോഷമില്ലാതെ വരുന്നു, ഐക്യമില്ലാതെ വരുന്നു. ചിലപ്പോൾ ചില നീരസങ്ങളൊന്ന് കൂടുന്നു. മാതാപിതാക്കളും മക്കളും തമ്മിൽ ചില അകൽച്ചകളൊന്ന് കൂടുന്നു. ചിലപ്പോൾ സഹോദരങ്ങളിലായിരിക്കും ഭിന്നത വരുന്നത്. നാം പലതരത്തിൽ പല വിധത്തിൽ പല ഭാരങ്ങളുള്ളവരാണ്. എന്നാൽ ഇതെല്ലാം ഉണ്ടെങ്കിലും ഇതെല്ലാം ഉള്ളപ്പോൾ, ഈ പാപങ്ങളെല്ലാം ഉള്ളപ്പോൾ തന്നെ കർത്താവിൻ്റെ സ്നേഹം നമുക്ക് തരുന്നു. കർത്താവിൻ്റെ സ്നേഹം നമുക്ക് തരികയാണ്, വാഗ്ദാനം തരികയാണ്. ഭാവികാല വാഗ്ദാനങ്ങൾ. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ദൈവത്തിൽ നിന്ന് വാഗ്ദാനങ്ങൾ പ്രാപിക്കണം. വചനത്തിൻ്റെ വാഗ്ദാനം ലഭിക്കണം. വചനത്തിൻ്റെ വാഗ്ദാനം. കർത്താവിന് സ്തോത്രം. നിങ്ങൾ ആശിക്കണം, കർത്താവേ, ഒരു വിശുദ്ധനായി ഈ ഭാവിയിൽ നീ തള്ളണമെന്നുള്ളതായി വാഗ്ദത്തം നീ പ്രാപിക്കണം. ഒരു വിശുദ്ധനായി തീരും. ക്രിസ്തുവിൻ്റെ ഒരു വിശുദ്ധനായി തീരും. ക്രിസ്തുവിൻ്റെ ഒരു വിശ്വസ്ത ദാസനായി തീരും. ക്രിസ്തുവിൻ്റെ ഒരു ദാസിയായി തീരും. അനുഗ്രഹീതമായൊരു ഭാവി നിനക്കുണ്ട്. വാഗ്ദാനമാണ് ഭാവി, അനുഗ്രഹീതമായ ഭാവി. ഇന്നത്തെ കലക്കം മാറും, ഇന്നത്തെ ദുരിതങ്ങൾ മാറും, ഇന്നത്തെ രോഗങ്ങൾ മാറും, ഇന്നത്തെ അങ്കലാപ്പുകൾ മാറും, ഇന്നത്തെ അവലാദികൾ മാറും. എല്ലാം മാറി ഒരു ശോഭനമായ ഭാവി നിനക്കുണ്ട്. ഒരു വാഗ്ദത്തം തരികയാണ്. വാഗ്ദത്തം. ദൈവത്തിന് സ്തോത്രം. സ്വർഗത്തിലെ ദൈവത്തിൽ നിന്ന് വാഗ്ദാനങ്ങൾ നിങ്ങൾ ചോദിച്ചു വാങ്ങണം, പിടിച്ചു വാങ്ങണം. ദൈവം നിങ്ങൾക്ക് വാഗ്ദാനങ്ങൾ തരും. ആ വാഗ്ദാനം കർത്താവ് നിവർത്തിക്കുകയും ചെയ്യും. ദൈവത്തിന് സ്തോത്രം.
മൂന്നാമതായിട്ട് ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്നത് മോശ മരുഭൂമിയിൽ അനുഭവിച്ച കാര്യങ്ങളാണ്. മരുഭൂമിയിൽ മോശയ്ക്കുണ്ടായ അനുഭവങ്ങൾ വായിക്കാം. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 1-ാം വാക്യം മുതൽ വായിക്കാം. മോശ മിദ്യാനിലെ പുരോഹിതനും തൻ്റെ അമ്മായപ്പനുമായി യിത്രോവിൻ്റെ ആടുകളെ മേയിച്ചുകൊണ്ടിരുന്നു. അവൻ ആടുകളെ മരുഭൂമിക്കപ്പുറത്ത് ദൈവത്തിൻ്റെ പർവ്വതമായ ഹോരേബ് വരെ കൊണ്ടുചെന്നു. അവിടെ യഹോവയുടെ ദൂതൻ ഒരു മുൾപടർപ്പിൻ്റെ നടുവിൽ നിന്ന് അഗ്നിജ്വാലയിൽ അവന് പ്രത്യക്ഷനായി. അവൻ നോക്കിയാറെ മുൾപടർപ്പ് തീപിടിച്ചു കത്തുന്നതും മുൾപടർപ്പ് വെന്തു പോകാതിരിക്കുന്നതും കണ്ടു. മുൾപടർപ്പ് വെന്തു പോകാതിരിക്കുന്ന ഈ വലിയ കാഴ്ച എന്തെന്ന് ഞാൻ ചെന്ന് നോക്കട്ടെ എന്ന് മോശ പറഞ്ഞു. നോക്കേണ്ടതിന് അവൻ വരുന്നത് യഹോവ കണ്ടപ്പോൾ ദൈവം മുൾപടർപ്പിന് നടുവിൽ നിന്ന് അവനെ മോശേ മോശേ എന്ന് വിളിച്ചു. അതിന് അവൻ ഇതാ ഞാൻ എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ ഇങ്ങോട്ട് അടുക്കരുത്, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകയാൽ കാലിൽ നിന്ന് ചെരിപ്പഴിച്ചു കളക എന്ന് കൽപ്പിച്ചു. ദൈവത്തിന് സ്തോത്രം. മോശയ്ക്ക് ദൈവം മരുഭൂമിയിൽ വെളിപ്പെട്ടു. മരുഭൂമിയിൽ മോശയെ സന്ദർശിച്ചു. മരുഭൂമിയായിരുന്നു. മോശ മരുഭൂമിയിൽ പാർക്കേണ്ടതായിരുന്നില്ല. മോശ നീലനദിയിലെ ഓളങ്ങളിൽ അങ്ങ് മുങ്ങി കയങ്ങളിൽ താണ് നശിച്ചുപോകേണ്ടത് 3 മാസം പ്രായമുള്ളപ്പോൾ. 3 മാസം പ്രായമുള്ളപ്പോൾ മോശയെ മോശയുടെ അമ്മ എടുത്ത് ഞാങ്ങണപ്പെട്ടിയിലാക്കി നീലനദിയുടെ ചുറ്റോളങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തു. ഞാങ്ങണപ്പെട്ടി അത് അടയ്ക്കുമ്പോൾ അമ്മ മോൻ്റെ നെറ്റിത്ത് ഉമ്മ വെച്ചു. അവസാനമായിട്ട് ഇനി മോനെ കാണുകയില്ലല്ലോ, അവനെ ഇതാ കളയുകയല്ലേ. കാരണം അമ്മയ്ക്കറിയാം മോനെ വീട്ടിൽ വെച്ചുകൊണ്ടിരുന്നാൽ മോനെ ഫറവോൻ്റെ പടയാളികളൊന്ന് കൊല്ലും ഉറപ്പ്. 2 വയസ്സിൽ താഴെയുള്ളവരെല്ലാവരെയും കൊല്ലാനുള്ള കൽപ്പന. കൊല്ലും, ഞങ്ങൾക്കും കേടുവരും, അപ്പനും അമ്മയ്ക്കും കേടുവരും. ഇങ്ങനെ ഈ കുട്ടിയെ വളർത്തി എന്തിനെന്ന്. അതുകൊണ്ട് എല്ലാം മറന്ന് പാവം മോശയെ 3 മാസം പ്രായമുള്ളപ്പോൾ ഞാങ്ങഴപ്പെട്ടിയിലാക്കി പെട്ടി അടച്ച് നീലനദിയിലേക്ക് വിട്ടുകൊടുത്തു. എൻ്റെ മോനെ ഇനി ആയുസിൽ കാണുകയില്ല അങ്ങനെ വിചാരിച്ചത്. പക്ഷേ ദൈവം അങ്ങനെയല്ല വിചാരിച്ചത്. ദൈവം ഈ മോശയെ കൊണ്ട് വൻ കാര്യങ്ങൾ ചെയ്യിക്കാണ് വിചാരിച്ചത്. നീലനദിയിലെ ആ പെരുവെള്ളത്തിൽ താണുപോകാനല്ല ദൈവം മോശയെക്കുറിച്ച് ആഗ്രഹിച്ചത്, അവിടെ കൊണ്ട് തീരാനല്ല ആഗ്രഹിച്ചത്. നിങ്ങൾക്കറിയാമോ, നിങ്ങൾ ചില രോഗങ്ങൾ വന്നപ്പോൾ തീർന്നു എന്നാണ് വിചാരിച്ചത്, അല്ലേ? ശരിയല്ലേ? ചില രോഗങ്ങൾ വന്നു, ഇനി രക്ഷയില്ല, തീർന്നു, ആയുസ് തീർന്നു, നിങ്ങൾ വിചാരിച്ചതല്ലേ? എന്നാൽ ഇതാ ദൈവം നിങ്ങൾക്ക് ആയുസ് നീട്ടി തന്നു, നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ തരുന്നു. സ്വർഗത്തിലെ ദൈവം അനുഗ്രഹങ്ങൾ തരുന്നു, നിരവധിയായി തരുന്നു. മോശ ആ മാങ്ങണപ്പെട്ടിയിൽ നീലനദിയുടെ ആഴങ്ങളിൽ തീർന്നു പോകാൻ ദൈവം അനുവദിച്ചില്ല. ദൈവം മോശയെ അവിടെ നിന്ന് ഉദ്ധരിച്ചു. അതുകൊണ്ട് സാഹചര്യങ്ങൾ ദൈവം ഒരുക്കി. ഫറവോ രാജാവിൻ്റെ മകള് ഈ ഒരു പെട്ടി ഒഴുകിപ്പോകുന്നത് കണ്ടു. ഫറവോ രാജാവിൻ്റെ മകളെന്ത് ഒഴിയും കൂടെ നീലനദിയുടെ കുളിക്കടവിൽ ചെന്ന് അവിടെ നിൽക്കുമ്പോഴുണ്ട് ഒരു ഞാങ്ങഴപ്പെട്ടി ഒഴുകിപ്പോകുന്നു. ഫറവോ രാജാവിൻ്റെ മകൾ പറഞ്ഞു, നോക്കൂ, ഒരു പെട്ടി പോലെ ഇരിക്കുന്നല്ലോ, എന്താണ് നോക്കൂ. തോഴി നീന്തി ചെന്ന് ആ തൊട്ടി പയ്യെ അടുപ്പിച്ചു. തുറന്നു നോക്കിയപ്പോൾ ഒരു ഓമന കുഞ്ഞ്, ദിവ്യസുന്ദരനായൊരു കുഞ്ഞ്, ഓമനത്വമുള്ള ഒരു കുഞ്ഞ് കൈകാലിട്ടടിച്ച് ചിരിച്ചുകൊണ്ട് കിടക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ കുട്ടിയെ നമുക്ക് കൊല്ലാൻ പാടില്ല, ഈ കുട്ടിയെ നമുക്ക് വളർത്തണം. ഫറവോൻ്റെ പുത്രിയുടെ മകനായി വളർന്നു. എവിടെ? കൊട്ടാരത്തിൽ. കളയാൻ വിചാരിച്ചിരുന്ന മോൻ ഇപ്പോൾ കൊട്ടാരത്തിൽ വളരുകയാണ്. മനുഷ്യൻ്റെ പ്രതീക്ഷയ്ക്കനുസരിച്ച് തീർന്നു പോകേണ്ടതാണ്. അവൻ കൊട്ടാരത്തിൽ വളരുന്നു. എവിടെ? അടുത്ത ഫറവോ ആകാനാണ്, അടുത്ത ഫറവോ രാജാവാകാനുള്ള അവകാശമുള്ളവനാണ്. അവനങ്ങനെ കൊട്ടാരത്തിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, തീർന്നു എന്നൊക്കെയാണ് നിങ്ങൾ വിചാരിച്ചത്. നിങ്ങളുടെ ജീവിതം ഇനി ഈ ആശയ്ക്ക് വകയില്ലെന്നാണ് നിങ്ങൾ വിചാരിച്ചത്, ഇനി പ്രതീക്ഷയൊന്നുമില്ലെന്നാണ് നിങ്ങൾ വിചാരിച്ചത്. പക്ഷേ ഓർക്കൂ, നിങ്ങളെക്കുറിച്ച് ദൈവത്തിന് ചില പ്രതീക്ഷകളുണ്ട്, ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് ചില പ്രത്യാശകളുണ്ട്, നിങ്ങളെക്കുറിച്ച് ദൈവത്തിന് ചില പ്രതീക്ഷകളുണ്ട്. ദൈവത്തിന് സ്തോത്രം. ദൈവം മോശയെ അവിടെ നിന്ന് ഉദ്ധരിച്ചെടുത്തു, അവിടെ നിന്ന് കൊട്ടാരത്തിൽ വളർത്തി. 40 കൊല്ലം കൊട്ടാരത്തിൽ വളർന്നു. മിസ്രയീമിൻ്റെ സകല വിദ്യ അഭ്യസിച്ചു, സകല ജ്ഞാനം അഭ്യസിച്ചു. വാക്കിൽ ജ്ഞാനത്തിലെല്ലാം സമർത്ഥനായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. മോശ വളർന്നു വന്നു. 40 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് ഒരു പ്രത്യേക കാര്യം ഉണ്ടായത്. മോശയ്ക്ക് മനസ്സിലായി, എൻ്റെ ജനം, എൻ്റെ പ്രിയപ്പെട്ട ജനം, എൻ്റെ സ്വന്തം ജാതിക്കാർ, ഇസ്രായേൽക്കാർ, അവർ കഷ്ടപ്പെടുന്നു, പണിയെടുത്ത് കഷ്ടപ്പെടുന്നു. ഞാൻ കൊട്ടാരത്തിൽ വാഴുകയാണ്, എനിക്ക് അധികാരമുണ്ട്. പക്ഷേ എൻ്റെ ജനം, എൻ്റെ സ്വന്തക്കാർ കഷ്ടപ്പെടുന്നു, എൻ്റെ സ്വന്തക്കാർ വലയുന്നു. എനിക്ക് ആഹാരത്തിന് കുഴപ്പമൊന്നുമില്ല, എനിക്ക് ജോലി ചെയ്യേണ്ട, എനിക്ക് കഷ്ടപ്പെടേണ്ട, എനിക്ക് പ്രയാസമൊന്നുമില്ല. പക്ഷേ എൻ്റെ ജനം, എൻ്റെ സ്വന്തക്കാർ, അവർ കഷ്ടപ്പെടുന്നു. മോശയ്ക്ക് മനസ്സലിഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അതൊരു പ്രത്യേക കാര്യമാണ്. ഞാൻ സുഖമായിട്ട് ജീവിച്ചാൽ പോരാ, എൻ്റെ ആളുകൾ കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ എൻ്റെ ഉള്ളിൽ വേദന തിങ്ങണം.
അതാണ് ആത്മാക്കളെക്കുറിച്ചുള്ള ഭാരം എന്ന് പറയുന്നത്. ഞാൻ ദൈവം കൃപയാൽ എനിക്ക് വചനം കിട്ടുന്നുണ്ട്, ഞാൻ വചനം വായിക്കുന്നുണ്ട്, ശരി, എനിക്ക് ദൈവത്തിൻ്റെ കൃപയുണ്ട്. പക്ഷേ ഞാൻ ഓർക്കണം, എരിവരിക്കൊള്ളുന്നൊരു കൂട്ടം ജനമുണ്ട് എന്ന്, പാവപ്പെട്ടൊരു കൂട്ടം ജനമുണ്ട് എന്ന്, ദാഹിച്ചു അലയുന്നൊരു കൂട്ടം ജനമുണ്ട് എന്ന്, ആവശ്യക്കാരായി അലയുന്നൊരു കൂട്ടം ജനമുണ്ട് എന്ന്, മനസ്സ് വേദനിച്ച് നൊന്ത് വിങ്ങിയിരിക്കുന്ന ജനങ്ങളുണ്ട് എന്ന്. ആ ജനങ്ങളെ ചെന്ന് കാണണമെന്ന് മോശയ്ക്ക് തോന്നി. മോശ ചെന്നപ്പോഴുണ്ട് അവിടെ ഒരു മിസ്രൈമ്യൻ പാവപ്പെട്ട ഇസ്രായേൽക്കാരെ അടിക്കുന്നു. മോശയ്ക്ക് ദേഷ്യം വന്നു. മോശ ആ മിസ്രൈമ്യനെ അടിച്ചു കൊന്നു. കാര്യം വഷളായി പോയില്ലേ? രാജാവിൻ്റെ കൊട്ടാരത്തിൽ താമസിക്കുന്നതിനാണെങ്കിലും അവൻ ഇസ്രായേൽ ജാതിക്കാരൻ അനുകൂലമായി പ്രവർത്തിച്ചതുകൊണ്ട് അവൻ കൊട്ടാരം വിട്ട് ഓടിപ്പോകേണ്ടി വന്നു. ഓടിപ്പോയി, കൊട്ടാരം വിട്ട് ഓടിപ്പോയി. അങ്ങ് ദൂരെ അങ്ങ് യിത്രോവിൻ്റെ വീട്ടിൽ പോയി പാർത്തു. മരുഭൂമിക്കരിയുള്ള യിത്രോവിൻ്റെ വീട്ടിൽ പോയി പാർത്തു. യിത്രോ എന്ന് പറയുന്നയാൾ സമ്പന്നനായിരുന്നു. യിത്രോവിൻ്റെ ആടുമാടുകൾ നോക്കാൻ തുടങ്ങി. കൊട്ടാരത്തിൽ അനേകായിരം ജനത്തെ ഭരിക്കേണ്ടവൻ ഇപ്പോൾ ആടുമോട്ടക്കാരനായി മാറി. അത്രയും താഴേണ്ടി വന്നു. ദൈവത്തിന് എന്തിന് താഴേണ്ടി വന്നത്? എന്തുകൊണ്ടാണ്? സ്വന്തക്കാരെ സ്നേഹിച്ചതുകൊണ്ട്, സ്വന്തപ്പെട്ടവരെ സ്നേഹിച്ചതുകൊണ്ട്. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ആർക്കെങ്കിലും കർത്താവിൻ്റെ വേല ചെയ്യാൻ ആഗ്രഹമുണ്ടോ? ഉണ്ടെങ്കിൽ ആത്മാക്കളെ സ്നേഹിക്കുക. നിങ്ങൾക്ക് ദൈവത്തിൻ്റെ വേല ചെയ്ത് മുന്നോട്ട് പോകാൻ ആഗ്രഹമുണ്ടോ? എങ്കിൽ നിങ്ങൾ നശിച്ചു പോകുന്ന ജനതയെക്കുറിച്ച് കരയുക, നഷ്ടപ്പെട്ടു പോകുന്ന ജനത്തെ ഓർത്ത് കരയുക, ദൈവത്തെ അറിയാത്ത ജനത്തെ ഓർത്ത് കരയുക. അനേകം ആളുകൾ, ദൈവത്തിന് സ്തോത്രം, പ്രിയപ്പെട്ടവരെ, നമ്മുടെ പള്ളികളിൽ വരുന്ന അനേകം ആളുകൾ ഒന്നും അറിയുന്നില്ല, പാവങ്ങൾ. ഇപ്പം നാം പാടിയ ആ ഗീതം അതിൻ്റെ പാടും, പക്ഷേ അർത്ഥം അറിഞ്ഞിട്ടാണോ പാടുന്നത്? ആരും അർത്ഥം അറിഞ്ഞിട്ടില്ല പാടുന്നത്. നമ്മുടെ പ്രാർത്ഥനകളുടെ അർത്ഥം അറിയുന്നുണ്ടോ? ഒന്നുമില്ല. പേരിനെ പള്ളിയിൽ വരുന്നു, പേര് നമസ്കാരം ചൊല്ലുന്നു, പേരിനെ നോമ്പ് നോക്കുന്നു, എല്ലാം ചെയ്യും, ചടങ്ങുകളെല്ലാം ചെയ്യും, പെരുന്നാൾ നടത്തുന്നു, പെരുന്നാൾ റാസയിൽ പങ്കെടുക്കുന്നു. ഇതല്ലേ അനേകം നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ നാട്ടിലും നമ്മുടെ പള്ളികളിലൊക്കെ നടക്കുന്നതല്ലേ? ആർക്കും അറിഞ്ഞുകൂടാ, ആർക്കും ആത്മാക്കളെക്കുറിച്ച് ചിന്തയില്ല. പാവപ്പെട്ട ജനം, പാവങ്ങൾ, അവരറിയാൻ പാടില്ലാത്തവരാണ്. ഇടം കൈയും വലം കൈയും തിരിച്ചറിയാൻ പാടില്ലാത്തവരാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ 17-ാമത്തെ വയസ്സിൽ മാനസാന്തരപ്പെട്ടപ്പോൾ എനിക്കുണ്ടായ അനുഭവം എന്താണെന്നറിയാമോ? ഞാൻ നിരാശനായിരുന്നല്ലോ, നിങ്ങൾക്കറിയാമല്ലോ. ഞാൻ നിരാശനായിരുന്നു, ഞാൻ ദുഃഖിതനായിരുന്നു. എന്നാൽ ഞാൻ ദുഃഖിതനായി ഇരുന്ന് എനിക്ക് കർത്താവിൻ്റെ വചനം കേട്ട് മാനസാന്തരപ്പെടാൻ ഇട കിട്ടിയപ്പോഴേക്കും എൻ്റെ ആഗ്രഹം ഇതുപോലെ നിരാശപ്പെട്ടിരിക്കുന്നവരുടെ അടുക്കിലേക്ക് ഇറങ്ങി ചെല്ലണമെന്നാണ്. നിരാശപ്പെട്ടും വലഞ്ഞു കഴിയുന്നവരുടെ അടുക്കിലേക്ക് ഇറങ്ങി ചെല്ലണം, അവരുടെ വീടുകൾ സന്ദർശിക്കണം. ആ കാലങ്ങളിൽ, ആദ്യകാലങ്ങളിൽ എത്രയോ ഭവനങ്ങളാണ് ഞാൻ സന്ദർശിച്ചത്. എൻ്റെ സ്വന്തം വീടുകളിലെല്ലാം പോയി, എൻ്റെ റിലേറ്റീവ്സ് വീടുകളിലൊക്കെ പോയി, പിന്നെ നാട്ടിലുള്ള വീടുകളിലൊക്കെ എല്ലാം പോയി, ഞാൻ ഇടവകയിലുള്ള വീടുകളിലെല്ലാം പോയി. ഓരോ വീട്ടിൽ ചെന്ന് എനിക്ക് കിട്ടിയ സമാധാനത്തിൻ്റെ കാര്യം പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, പിന്നെ ഞാൻ വിവാഹം കഴിച്ചതിന് ശേഷം എൻ്റെ ഭാര്യ ആലീസും ഞാനും കൂടി എല്ലാ ദിവസവും ഞങ്ങൾ ആലീസ് സ്കൂളിൽ നിന്ന്, ഞാൻ കോളേജിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ 3:30 മണിക്ക് ശേഷം ഞങ്ങൾ ഓരോ വീടുകൾ സന്ദർശിക്കുകയായിരുന്നു. ഓരോ വീടുകൾ. എന്തിന്? വേറൊരു പ്രതിഫലം ഇച്ഛിച്ചല്ല, ഒരു പ്രതിഫലം ആരിൽ നിന്ന് ആഗ്രഹിച്ചുമല്ല, ഒട്ടും പ്രതീക്ഷിച്ചില്ല. ആഗ്രഹിച്ചത് എൻ്റെ കർത്താവിൻ്റെ വേല ചെയ്യണം. എന്തിന്? നശിച്ചു പോകുന്നൊരു കൂട്ടം ജനങ്ങൾ, നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കൂട്ടം ജനങ്ങൾ. ഈ ജനത്തിന് ആര് വചനം കൊടുക്കും? സത്യം എന്താണെന്ന് ആര് പറഞ്ഞു കൊടുക്കും? വേദോപദേശം നടത്താൻ അച്ഛൻ പള്ളിയിൽ നിന്ന് വരുമ്പോൾ, അച്ഛൻ പള്ളിയിൽ നിന്ന് വേദോപദേശം നടത്താൻ വരും, വീട്ടുപദേശ അച്ഛൻ ഏവങ്കര്യം വായിക്കും. സക്കായിയുടെ കാര്യമാണ് വായിക്കുന്നത്. സക്കായിയുടെ കൂടെ കർത്താവ് സക്കായിയുടെ ഭവനത്തിലേക്ക് ചെന്ന കാര്യമാണ് വായിക്കുന്നു. അതെല്ലാം കഴിഞ്ഞു അച്ഛൻ ധൂപിട്ടിട്ട് അച്ഛൻ കടന്നു പോകും. എന്നാൽ ഞാൻ ചിന്തിച്ചു, എൻ്റെ ദൈവമേ, ഈ പരവുദാശ നടത്തുന്ന എന്താണെന്ന് ഈ ജനത്തിനൊന്ന് പറഞ്ഞു കൊടുക്കണ്ടേ? എന്താണ് പരവുദാശ? എന്താണ് അച്ഛൻ പറഞ്ഞതിൻ്റെ അർത്ഥം? അച്ഛൻ വായിച്ച ഏവങ്കലിൻ്റെ അർത്ഥം എന്താണ്? അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് ചോദിക്കണ്ടേ? അങ്ങനെ ഞാൻ വീടുകളിൽ ചെന്ന് ചോദിച്ചു, പരവുദാശ നടത്തിയിട്ടുണ്ടല്ലോ, നിങ്ങൾ ഏത് ഭാഗം ഏവങ്കലി വായിച്ച് കേട്ടത്? ആർക്കും അറിയാൻ പാടില്ല. അവിടെ ഞങ്ങൾ കൈയും കെട്ടി കിഴക്കോട്ട് തിരിഞ്ഞ് നിന്നു. അവസാനം അച്ഛൻ കൈ മുത്തിച്ചു, ഞങ്ങൾ വിട്ടു. വേറൊന്നും അറിയാൻ പാടില്ല പാവങ്ങൾക്ക്. പാവപ്പെട്ട ജനം, അന്ധരായ ഒരു കൂട്ടം ജനം. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, എൻ്റെ കർത്താവിന് സ്തോത്രം. അന്ധരായ ഒരു കൂട്ടം ജനം, ഒന്നും മനസ്സിലാക്കാത്ത പാവപ്പെട്ടവർ. അവരുടെ അടുക്കിലേക്ക് ചെന്ന് അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അത് ജീവിതത്തിൻ്റെ ഒരു ആമോദമായി, പ്രമോദമായി മാറി, സന്തോഷമായി മാറി ദൈവത്തിൻ്റെ വേല ചെയ്യുന്നത്. കർത്താവിന് സ്തോത്രം. അതുകൊണ്ടാണ് ഇന്നും ഇത്രയേറെ എതിർപ്പുകളും തെറ്റിദ്ധാരണകളും പരിഹാസങ്ങളും ഉണ്ടായിട്ട് ഞാൻ ദൈവത്തിന് വേല ചെയ്യുന്നത്. അതുകൊണ്ടാണ്, വേറെ ഒന്നുകൊണ്ടുമല്ല. ഒരു പ്രതിഫലം ഇച്ഛിച്ചല്ല, ആരിൽ നിന്നും ഒരു പ്രതിഫലം ഇച്ഛിക്കുന്നില്ല, ഒരു പ്രതിഫലവും. ദൈവത്തിന് സ്തോത്രം. ഒന്നും നല്ല വാക്ക് പോലും പ്രതീക്ഷിക്കുന്നില്ലെന്ന് പറയട്ടെ, നല്ല വാക്ക് പോലും പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ ഞാൻ എൻ്റെ കർത്താവിൻ്റെ തിരുമുഖത്ത് നോക്കിക്കൊണ്ട് ഞാൻ വേല ചെയ്യുകയാണ്. കർത്താവിൻ്റെ തിരുമുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൻ്റെ മുഖം വ്യസനിക്കരുത്.
ഭൂമിയിൽ മനുഷ്യനെ ബഹുമാനിക്കുന്നു, അതുകൊണ്ട് കാര്യമില്ല. ആളുകൾ എന്നെ സ്നേഹിക്കുന്നു, അതുകൊണ്ട് കാര്യമില്ല. സ്വർഗത്തിലെ ദൈവം എന്നെ എങ്ങനെയാണ് കാണുന്നത്? എൻ്റെ അകം കാണുന്ന കർത്താവിനെ കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്? അതുകൊണ്ട് കർത്താവ് പ്രസാദിക്കുന്നത് പോലെ ജീവിതം നയിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. സ്നേഹിതരെ, നിങ്ങളോട് ഞാൻ പറയട്ടെ, ഇന്ന് നിങ്ങൾ പുതിയ തീരുമാനത്തിലേക്ക് വരിക. ദൈവത്തെ പ്രസാദിപ്പിക്കാൻ നിങ്ങൾ തീരുമാനിക്കുക. കർത്താവേ, എൻ്റെ ദൈവമേ, എൻ്റെ കണ്ണ് തുറന്നു തരണമേ നിങ്ങൾ പ്രാർത്ഥിക്കുക. കണ്ണ് തുറന്നു തരണമേ എന്ന്, ആത്മകണ്ണ് തുറന്നു തരണമേ എന്ന് പ്രാർത്ഥിക്കുക. ആത്മാവിനെ കണ്ണ് അടഞ്ഞിരിക്കുന്നു. നമ്മുടെ സഭകളിൽ, യാക്കോബായ സഭയിൽ മാത്രമല്ല, ഓർത്തഡോക്സ് സഭയിൽ മാത്രമല്ല, കത്തോലിക്ക സഭയിൽ മാത്രമല്ല, പല സഭകളിലും ഇന്ന് വാസ്തവത്തിൽ കണ്ണ് കാഴ്ചയില്ലാതെ പാവങ്ങൾ പള്ളിയിൽ വരികയും പോവുകയും ചെയ്യുന്നു. കണ്ണ് കാഴ്ച കിട്ടണം, ആത്മാവിനെ കണ്ണ് തുറന്ന് കിട്ടണം. അപ്പോഴാണ് ആരാധനയുടെ അർത്ഥം മനസ്സിലാകുന്നത്, അപ്പോഴാണ് പ്രാർത്ഥനയുടെ അർത്ഥം മനസ്സിലാകുന്നത്, അപ്പോഴാണ് കൂദാശയുടെ അർത്ഥം മനസ്സിലാകുന്നത്. എല്ലാം അർത്ഥവത്ത് തന്നെയാണ്, സംശയമില്ല. അർത്ഥവത്തായ കൂദാശകൾ എല്ലാം ദൈവത്തിന് സ്തോത്രം. പക്ഷേ അർത്ഥം അറിഞ്ഞുകൂടാ, ആർക്കും അറിഞ്ഞുകൂടാ. ഒന്നും അതിൻ്റെ ആഴങ്ങൾ ആരും ഗ്രഹിക്കുന്നില്ല. ആഴങ്ങൾ ഗ്രഹിക്കേണ്ടിയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, മോശ അന്ന് ആ ഫറവോൻ്റെ കൊട്ടാരത്തിലെ സന്തോഷത്തിൻ്റെ തികവിൽ വേണമെങ്കിൽ കഴിയാമായിരുന്നു, ഒരു കുഴപ്പമില്ല. അടുത്ത കിരീടാവകാശിയാണ്. അപ്പോഴത്തെ ഫറവോൻ കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഫറവോവായിട്ട് വാഴാമായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ പ്രിയജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നത് മോശ തന്നെ എടുത്തു. എബ്രായ ലേഖനം 11 എടുക്കൂ. എബ്രായ ലേഖനം 11 അധ്യായത്തിൽ മോശ താൻ വളർന്നപ്പോൾ വായിക്കാം. വിശ്വാസത്താൽ മോശ താൻ വളർന്നപ്പോൾ പാപത്തിൻ്റെ തൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു. പാപത്തിൻ്റെ തൽക്കാല ഭോഗത്തേക്കാൾ ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു. മോശ വളർന്നപ്പോൾ വിശ്വാസം കൊണ്ട് നിറഞ്ഞു, ദൈവത്തിൽ വിശ്വാസം നിറഞ്ഞു. അപ്പോൾ മോശയ്ക്കൊരു കാര്യം മനസ്സിൽ വന്നു. എന്നെ നീലനദിയിൽ നിന്ന് ദൈവം ഉദ്ധരിച്ചത് കൊട്ടാരത്തിലെ രാജാവായി വാഴാനല്ല, നീലനദിയിലെ ഓളങ്ങളിൽ നിന്ന് വലിച്ചെടുത്തത് ഈ കൊട്ടാരത്തിൽ സുഖിച്ച് കഴിയാനല്ല, എന്നെ നീലനദിയിൽ നിന്ന് പൊക്കിയെടുത്തത് കൊട്ടാരത്തിൽ സുഖമായി കഴിഞ്ഞുകൂടാനല്ല. എന്നെ പൊക്കിയെടുത്തതിന് ദൈവത്തിന് ഉദ്ദേശമുണ്ട്. ദൈവജനത്തോടെ കഷ്ടം അനുഭവിക്കണം. ഫറവോൻ്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടുന്ന നിന്ദിക്കുകയും കഴിയാം. പ്രതിഫലം നോക്കിയതുകൊണ്ട് ഫറവോൻ്റെ പുത്രിയുടെ മകനെന്ന് വിളിക്കപ്പെടുന്ന നിരസിക്കുകയും മിസ്രയീമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന് നിന്ന വലിയ ധനമെന്ന് എണ്ണുകയും ചെയ്തു. മിസ്രയീമിൽ നിക്ഷേപങ്ങളുണ്ട്. മോശയ്ക്കറിയാം, ഫറവോൻ്റെ കൊട്ടാരത്തിലെ ചില ഭണ്ണാരപ്പുരകളിൽ സ്വർണ്ണക്കട്ടികൾ തിളങ്ങി ഉളങ്ങുന്നു. സ്വർണ്ണ ഖനി പോലെയാണ്. ഫറവോൻ്റെ കൊട്ടാരത്തിലെ ചില മുറികളിൽ വലിയ വലിയ സ്വർണ്ണ ശേഖരങ്ങളുണ്ട്. എല്ലാം ഈ മോശയ്ക്ക് അവകാശപ്പെട്ടതാണ്. മോശയല്ലേ അടുത്ത് കിരീടാവകാശി. പക്ഷേ പ്രതിഫലം നോക്കിയതുകൊണ്ട്, ഇതിനേക്കാൾ വലിയ പ്രതിഫലമുണ്ട്. പ്രതിഫലം നോക്കിയതുകൊണ്ട് ഫറവോൻ്റെ പുത്രിയുടെ മകനെന്ന് വിളിക്കുന്നത് നിരസിക്കുകയും, അത് വേണ്ട, ആ മാനം എനിക്ക് വേണ്ട, ഫറവോൻ്റെ പുത്രിയുടെ മകനെന്ന് വിളിക്കപ്പെടുന്ന നിരസിക്കുകയും മിസ്രയീമിൽ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിനെ നിന്ന് വലിയ ധനം എന്നെണ്ണുകയും ചെയ്തു. വലിയ ധനം ക്രിസ്തുവിനെ നിന്ന്. പ്രിയപ്പെട്ടവരെ, നിന്നേൽക്കുമ്പോൾ നിങ്ങൾക്ക് മുഖം വാടാറുണ്ടോ? ആക്ഷേപമേൽക്കുമ്പോൾ മുഖം വാടാറുണ്ടോ? നീ ആ കൂട്ടായ്മയിൽ പോയോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങളുടെ മുഖം മ്ലാനമാകാറുണ്ടോ? ഞാൻ ആ കൂട്ടായ്മയിലുണ്ട് എന്ന് പറയാൻ നിങ്ങൾക്ക് മടി വരാറുണ്ടോ? പ്രിയപ്പെട്ടവരെ, മിസ്രയീമിൽ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന് നിന്ന വലിയ ധനം എണ്ണുക. വിശ്വാസത്താലാണ് കിട്ടുന്നത്. വിശ്വാസത്താൽ മോശ താൻ വളർന്നപ്പോൾ പാപത്തിൻ്റെ തൽക്കാല ഭോഗത്തേക്കാൾ ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു. പ്രതിഫലം നോക്കിയതുകൊണ്ട് ഫറവോൻ്റെ പുത്രിയുടെ മകനെന്ന് വിളിക്കപ്പെടുന്ന നിരസിക്കുകയും മിസ്രയീമിൽ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന് നിന്ന വലിയ ധനമെന്ന് എണ്ണുകയും ചെയ്തു. ദൈവത്തിന് സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാം. തലകളെ വണക്കാം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. കണ്ണുകളെ അടയ്ക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യാഗമായി അർപ്പണം ചെയ്യുവാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ? ആരും ധൃതി പിടിച്ച് തീരുമാനം എടുക്കരുത്. സാധിക്കുമോ എന്ന് ചിന്തിച്ചിട്ട് മതി. നിങ്ങൾ ഈ കെട്ടിടമണിയായി കഴിവുണ്ടോ നോക്കിയിട്ട് മതി കെട്ടിടമണി തുടങ്ങാൻ. ഒരു ഗോപുരമണി അനുസരിച്ചാൽ അത് തീർപ്പാൻ വകയുണ്ടോ നോക്കണം. അല്ലെങ്കിൽ തീർക്കാൻ വകയില്ലാതെ വരുമ്പോൾ കെട്ടിടമണി അടക്കി വെച്ച് മുടങ്ങിപ്പോകും. അതിനിടവരെ നല്ലപോലെ ആലോചിക്കൂ. ഞാൻ യാഗമർപ്പിക്കാൻ മനസ്സാണോ? എന്നെ എൻ്റെ കുടുംബത്തെ യാഗമർപ്പിക്കാൻ മനസ്സാണോ? എന്നെ എൻ്റെ ഭാര്യയെ യാഗമർപ്പിക്കാൻ മനസ്സാണോ? എന്നെ എൻ്റെ മക്കളെ യാഗമർപ്പിക്കാൻ മനസ്സാണോ? കർത്താവേ, എന്നെ എൻ്റെ ഭർത്താവിനെ യാഗമർപ്പിക്കാൻ മനസ്സാണോ? എന്നെ എൻ്റെ വരുമാനത്തെ യാഗമർപ്പിക്കാൻ മനസ്സാണോ? എൻ്റെ ബാങ്ക് ബാലൻസ് യാഗമർപ്പിക്കാൻ മനസ്സാണോ? ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ആലോചിക്കൂ. നല്ലപോലെ ആലോചിച്ച് തീരുമാനമെടുത്താൽ മതി. നിങ്ങൾക്ക് ധൃതി പിടിച്ച് തീരുമാനമെടുക്കേണ്ട ആവശ്യമില്ല. ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമില്ല. സ്വന്തമായി എനിക്ക് എൻ്റെ യേശുവിൻ്റെ പരിശുദ്ധാത്മനഗ്നിയാൽ കത്തണം. എനിക്ക് യേശുവിൻ്റെ പരിശുദ്ധാത്മനഗ്നിയാൽ കത്തിജ്വലിച്ച് അനേകായിരങ്ങൾക്ക് സ്വർഗീയമായ ഭോജനം വിതറുന്ന അത്ഭുത സംഭവമായി മാറണം. ഹല്ലേലൂയ. എനിക്ക് എൻ്റെ കരുണയുള്ള കർത്താവിൻ്റെ സ്നേഹത്താൽ കത്തിജ്വലിച്ച് പ്രകാശിച്ച് അനേകായിരങ്ങൾക്ക് ആശ്വാസം പകരുന്ന ഒരാളത്വമായി മാറണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആഗ്രഹമുണ്ടോ നിങ്ങൾക്ക്? വിലപ്പെട്ട ആഗ്രഹമുണ്ടോ? മരണനേരത്തെ നിങ്ങൾ ഓർക്കും, അയ്യോ നഷ്ടപ്പെട്ടു പോയല്ലോ എന്ന്. മരണനേരത്തെ നിങ്ങൾ ഓർക്കും, എനിക്ക് വചനം കിട്ടിയതായിരുന്നല്ലോ, ഞാൻ അനുസരിച്ചില്ലല്ലോ എന്നോർക്കും. അത് വരാതെ നിരാശപ്പെടാതിരിക്കാൻ ഇപ്പോൾ നിങ്ങൾ തീരുമാനമെടുക്കുകയും കർത്താവേ,
കർത്താവേ, എന്നെ എനിക്കുള്ളതിനെ ഞാനിതാ യാഗമായി അർപ്പണം ചെയ്യുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്നെ എനിക്കുള്ളതിനെയും ഞാനിതാ യാഗമായി അർപ്പണം ചെയ്യുന്നു. കർത്താവേ, എന്നെ എനിക്കുള്ളതിനെയും എല്ലാം യാഗമായി അർപ്പണം ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ നിങ്ങൾ തീരുമാനം എടുക്കുന്നുണ്ടെങ്കിൽ മാത്രം ഞാൻ പറഞ്ഞു തരുന്ന പ്രാർത്ഥന നിങ്ങൾക്ക് ചൊല്ലാം, അല്ലാത്തവർ ചൊല്ലണ്ട. ദൈവത്തിന് സ്തോത്രം. കരുണയുള്ള കർത്താവേ, നീ എന്നോട് മനസ്സരിയണമേ. ഞാൻ പാപിയാണെന്ന് ഏറ്റുപറയുന്നു. പിശാചിന് എന്റെ മേൽ അവകാശമുണ്ടെന്ന് ഞാൻ ഏറ്റുപറയുന്നു. ഞാൻ സാത്താനെ ഉപേക്ഷിക്കുന്നു. ഞാൻ സാത്താനെ ഉപേക്ഷിക്കുന്നു. ഞാൻ സാത്താനെ ഉപേക്ഷിക്കുന്നു. മിശിഹാതമ്പുരാനെ ഞാൻ സ്വീകരിക്കുന്നു. മിശിഹാതമ്പുരാനെ ഞാൻ സ്വീകരിക്കുന്നു. മിശിഹാതമ്പുരാനെ ഞാൻ സ്വീകരിക്കുന്നു. എന്റെ യേശുവേ, എന്റെ മേൽ കനിയണമേ. എന്നെ ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റണമേ. യേശുവേ, ഇന്നു മുതൽ ഞാൻ നിനക്കായി ജീവിക്കും. എന്റെ യേശുവേ, ഇന്നു മുതൽ ഞാൻ നിന്റെ വക. ഹല്ലേലൂയ. എന്റെ യേശുവേ, നീ എനിക്ക് വേണ്ടി ക്രൂസിൽ മരിച്ചതിനാൽ ഇന്നു മുതൽ ഞാൻ നിനക്കായി ജീവിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തീ ഇറങ്ങട്ടെ. ഹല്ലേലൂയ. അങ്ങനെ തീരുമാനത്തോട് മാത്രം കരങ്ങൾ ഉയർത്തുവീൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ കരം ഉയർത്തിയിരിക്കുന്ന മക്കളെ അവിടുന്ന് കാണുന്നുവല്ലോ കർത്താവേ. അവിടുന്ന് ഓരോരുത്തരുടെയും കരങ്ങൾ പിടിക്കണമേ കർത്താവേ. ഈ മക്കളുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കണമേ കർത്താവേ. അനുഗ്രഹം പകരണമേ കർത്താവേ. സ്വർഗത്തിന്റെ അവകാശികളാക്കി തീർക്കണമേ കർത്താവേ. യേശുവിനെ സ്നേഹിക്കുന്ന ഒരു നല്ല കൂട്ടം ഞാനിവിടെ ഉണ്ടാകുവാൻ ഇടയാക്കണമേ കർത്താവേ. ദേശത്തെ അനുഗ്രഹിക്കണമേ, നന്മകളാൽ നിറയ്ക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമീൻ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം.